ദൈവനാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്ക് ഏവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 14, 1 മുതൽ 3 വരെ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങൾ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 1 മുതൽ 3 വരെ നാം ധ്യാനിക്കുമ്പോൾ ഇവിടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോടും തൻ്റെ മുമ്പിലിരിക്കുന്ന പുരുഷാരത്തോടും ആശ്വാസവചനങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ ഹൃദയം കലങ്ങുന്ന അവസ്ഥ. എപ്പോഴാണ് നമ്മുടെ ഹൃദയം കലങ്ങുന്നത്? നമ്മുടെ ഹൃദയത്തെ കലക്കുന്ന വിവിധ ജീവിതാനുഭവങ്ങൾ, വിവിധ വിഷയങ്ങൾ ഈ ഭൂമിയിലുണ്ട്. രോഗങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ദാരിദ്ര്യങ്ങൾ, കടഭാരങ്ങൾ, ശത്രുക്കളായ ദുഷ്ടമനുഷ്യരുടെ സംസാരങ്ങൾ, ക്രിയകൾ, ഇങ്ങനെ ഈ പട്ടിക നമുക്ക് എത്ര വേണമെങ്കിലും വലുതാക്കാം. ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തെ കലങ്ങുമാറാക്കും. ഇവിടെ കർത്താവ് ഇങ്ങനെ തൻ്റെ മുമ്പിൽ മനസ്സും ഹൃദയവും കലങ്ങിയിരിക്കുന്ന ഒരു സമൂഹത്തോടാണ് സംസാരിക്കുന്നത്. ഇവിടെ പ്രത്യേകാൽ യേശുവിൻ്റെ മുന്നിലിരിക്കുന്ന ജനങ്ങളുടെയും ശിഷ്യന്മാരുടെയും ഹൃദയം കലങ്ങുവാനുള്ള കാരണം യേശു അവരോട് പറഞ്ഞിരുന്നു, ഇനി കുറച്ച് സമയത്തേക്ക് മാത്രമേ ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കുകയുള്ളൂ. ശേഷം ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോകും. അവരോടൊപ്പം ചില വർഷങ്ങൾ ഉണ്ടായിരിക്കുകയും അവർക്ക് ആശ്വാസവും സകല ബുദ്ധിയും കവിയുന്ന സമാധാനവും ഒപ്പം ദൈവരാജ്യത്തിൻ്റെ സത്യങ്ങളൊക്കെ അറിയിച്ചുകൊണ്ട് കൂടെ ഉണ്ടായിരുന്ന കർത്താവ് തങ്ങളെ വിട്ട് പിരിയാനുള്ള ആ സമയം വന്നിരിക്കുന്നു എന്നുള്ള യേശുവിൻ്റെ അറിയിപ്പ് ശിഷ്യന്മാരെയും യേശുവിൻ്റെ പ്രസംഗം കേട്ടവരെയും വേദനിപ്പിക്കുവാനിടയായി. അവരുടെ മനം കലങ്ങി, അവരുടെ ഹൃദയം കലങ്ങി. ആ സമയത്താണ് യേശു അവരോട് പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഇന്ന് പ്രഭാതത്തിൽ തിരുവചനം ശ്രദ്ധിക്കുന്ന സഹോദര സഹോദരിയെ, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെയും വിഷയത്തിൽ ജീവിതത്തിൻ്റെ പല പ്രശ്നങ്ങളാൽ ഇതുപോലെ ഹൃദയം കലങ്ങാം, മനസ്സ് വേദനിക്കാം, ഹൃദയം മുറിപ്പെടാം. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരുടെ വേർപാട് ദുഃഖങ്ങളിലായിരിക്കുന്നവർ മുറിവേറ്റ ഹൃദയത്തോടെയാണ് ആയിരിക്കുന്നത്. അതുപോലെ ജോലി വിഷയത്തിൽ, ഭാവി വിഷയത്തിൽ, ഇങ്ങനെ നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെ മുറിപ്പെടുത്തുന്ന വളരെയധികം വിഷയങ്ങൾ നമ്മുടെ ഹൃദയം കലക്കാം. ഇവിടെ നമുക്ക് ആവശ്യം ദൈവത്തിലുള്ള വിശ്വാസമാണ്. മനം കലങ്ങിയും ഹൃദയം കലങ്ങിയും ഹൃദയം മുറിവേറ്റും വരുന്ന ഒരു സമൂഹത്തോട് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കാനാണ്. ദൈവത്തിലും ദൈവപുത്രനിലുമുള്ള വിശ്വാസം നമ്മെ മുന്നോട്ടുള്ള ജീവിത പ്രയാണത്തിന് ശക്തീകരിക്കും. പലപ്പോഴും ദൈവത്തിലും ദൈവപുത്രനിലുമുള്ള വിശ്വാസക്കുറവാണ് നമ്മെ വിവിധ വിഷയങ്ങളിൽ കലങ്ങുമാറാക്കുന്നത്. ഇവിടെ ഹൃദയം കലങ്ങിയ ഒരു സമൂഹത്തോടായി കർത്താവ് പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അതിന് പ്രതിവിധിയും കൂടെ പറയുന്നു, നിങ്ങൾ ദൈവത്തിൽ വിശ്വാസമർപ്പിപ്പിൻ, ദൈവപുത്രനിലും വിശ്വസിപ്പിൻ. അത് നിങ്ങളെ
മുന്നോട്ടുള്ള പ്രയാണത്തിനായി ബലപ്പെടുത്തും. ഈ ഭൂമി നമുക്ക് ശാശ്വതമല്ല. ഒരു നിത്യത നമുക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നു. അതിനെക്കുറിച്ചാണ് ഇവിടെ കർത്താവ് തുറന്നു പറയുന്നത്. അവിടെ ചെന്നു ചേരുവാൻ നാം ജീവിതയാത്രയിലാണ്. ഇവിടെ നാം ദൈവപുത്രനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ നിത്യത നമ്മുടെ സ്വന്തമായി തീരും. ആമേൻ. കൃപമതി യേശുനാഥാ, തവ കൃപമതി എന്നുമെന്നും. ബലഹീന വേളകളിൽ ബലം നൽകും കൃപമതി. ബലഹീന വേളകളിൽ ബലം നൽകും കൃപമതി. കൃപയാൽ പുതും ജീവൻ നൽകി, കൃപയാൽ എന്നെ സൗഖ്യമാക്കി. കൃപയാൽ പുതും ജീവൻ നൽകി, കൃപയാൽ എന്നെ സൗഖ്യമാക്കി. കൃപയാൽ എന്നെ തിരഞ്ഞെടുത്തു, കൃപയാലെന്നും നടത്തിയിടുന്നു. കൃപയാൽ എന്നെ തിരഞ്ഞെടുത്തു, കൃപയാലെന്നും നടത്തിയിടുന്നു. കൃപമതി യേശുനാഥാ, തവ കൃപമതി എന്നുമെന്നും. ബലഹീന വേളകളിൽ ബലം നൽകും കൃപമതി. ബലഹീന വേളകളിൽ ബലം നൽകും കൃപമതി. നിലയ്ക്കാത്ത വേദനകൾ, നിലയാത്ത നേരങ്ങളിൽ, നിലയ്ക്കാത്ത വേദനകൾ, നിലയാത്ത നേരങ്ങളിൽ നീങ്ങിപ്പോകും തവ കൃപയാൽ. നിന്റെ കൃപയത്ര അത്ഭുതമേ. നീങ്ങിപ്പോകും തവ കൃപയാൽ. നിന്റെ കൃപയത്ര അത്ഭുതമേ. കൃപമതി യേശുനാഥാ, തവ കൃപമതി എന്നുമെന്നും. ബലഹീന വേളകളിൽ ബലം നൽകും കൃപമതി. ബലഹീന